ഹലോ. ആടാ എടാ വൈഫൈ വന്നോ? എവിടെ നിന്ന്? ഇതുവരെ വന്നില്ലേ? നീ എന്നിട്ട് വിളിച്ചോ അവരെ? വിളിച്ച്. എന്നിട്ട് എന്താ പറഞ്ഞു? ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന്. 1.5 മണിക്കൂറോ? ആ ശരി. കുയിലേ മാറിൽ കള എവിടെ മണം? നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? എന്താടാ നല്ല പാട്ട്. ഈ പാട്ടൊക്കെ ഞാൻ എന്ത് പാടാറുണ്ടാ? നീ കേട്ടിട്ടില്ലേ? നല്ല മണമുണ്ടല്ലോ. ഇതും ഇവിടെ പതിവാടാ. ഇങ്ങോട്ട് വാടാ, നാണിക്കാതെ. രാമേട്ട എന്താ ഈ ഉണ്ടാക്കുന്നേ? ഇത് നല്ല പഴുത്ത നാടൻ മാമ്പഴം കൊണ്ടൊക്കെ പുളിശ്ശേരിയാ. നിനക്ക് വേണോ? ഇതിപ്പോ അകത്തുള്ളതും ഇതും കൂടെ പിരിയോ? ചെറുതല്ലേ അടിച്ചുള്ളൂ. എപ്പടി? ഒരു രക്ഷയില്ല. വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ്. ഇത് നല്ല പഴുത്ത നാടൻ മാമ്പഴമാണ്, അതത്ര ടേസ്റ്റ്. എന്നാ ഒരു മാങ്ങോടി താണ. അത് തരില്ല. കൊതിയായിട്ടല്ലേ രാമേട്ട? അറിയാടെ ചക്ക, ഇതിലിനി കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. അതെന്ത് പണി? നമ്മുടെ ആ തൈരൊക്കെ അങ്ങോട്ട് എടുത്ത് അതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് ഒന്ന് ചുമ്മാ ഇരാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാമേട്ട, ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തിനാ പാട്ട് പാടുന്നേ? എടാ ചെക്ക, ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഈ പഴയ പാട്ടൊക്കെ കേട്ടാ പഴയ ഓർമ്മയൊക്കെ വരും. അതിൻ്റെ കൂട്ടത്തിൽ നല്ല പഴയ രുചിയും അതൊക്കെ അങ്ങ് വരും. എടാ മോനെ, ഇതൊന്നും അല്ലടാ രുചി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ അപ്പൂപ്പനുണ്ടല്ലോ ഈ മാങ്ങാണ്ടി എടുത്ത് ഉണക്കി അതൊക്കെ അങ്ങ് പൊട്ടിച്ച് ആ ഫ്ലോ അങ്ങ് പോയി. മറ്റേ വന്ന് കാണും. അളിയ വന്നോ? വന്നെങ്കിൽ പറയൂലേ, അവിടെ അപ്പൂപ്പൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പൂപ്പിൻ്റെ പരിപാടി എന്തോന്ന്? അവന് വരാൻ കണ്ട നേരം. രാമേട്ടൻ എന്താണ് പരിപാടി? കേട്ടോ. എന്നിട്ട് എടാ എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനുണ്ടല്ലോ ഈ മാങ്ങാണ്ടി എടുത്ത് ഉണക്കി അതിൻ്റെ പരിപ്പ് ഇങ്ങോട്ട് എടുത്ത് ഉണക്കി പൊടിച്ച് അതുകൊണ്ടൊരു അപ്പുണ്ടാകും. അളിയ വന്നു തോന്നുന്നു. വൈഫ് അപ്പൂപ്പൻ്റെ മാങ്ങാണ്ടി ഒന്ന് പോടോ. മനുഷ്യനോട് ഒരുപാട് റീല് നോക്കാണ്ട് പോയി. നീ കേൾക്കടാ, ഈ അപ്പൂപ്പനുണ്ടോ ഈ മാങ്ങാണ്ട് ഇങ്ങനെ പൊട്ടിച്ച് അതിങ്ങനെ പരിപ്പൊക്കെ എടുത്തിട്ടുണ്ടോ ഒരു അപ്പം സാധനം അറിയാം. അപ്പൊക്കെ വൈഫൈ വന്നു മാങ്ങാണ്ടി കറി. ഇത്രയും നേരം ഇവനോട് ഇതൊക്കെ പറഞ്ഞോണ്ട് നമ്മളാരായി? മാങ്ങാണ്ടിയായി.